ഈ നാട്ടിൽ ലോജിക്കില്ലാതെ, ഈ നാടിന് നിരക്കാത്ത രീതിയിൽ ആര് കേട്ടാലും പൊട്ടത്തരമെന്ന് വിളിച്ചു പറയുന്ന, തോന്നിപ്പിക്കുന്ന രീതിയിലാണ് പ്രസംഗിക്കുന്ന, സംസാരിക്കുന്ന ഒരാളാണോ പി സി ജോർജ്? നിങ്ങളങ്ങനെ പി സി ജോർജിനെ കാണുന്നുണ്ടോ? എങ്കിൽ പി സി ജോർജ് രണ്ടാമൻ ഉദയം ചെയ്തിരിക്കുന്നു. ഒരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. കെ ടി ജലീൽ പ്രൊഫസർ, മുൻ MLA, സംസാരത്തിൽ, നടത്തത്തിൽ, രൂപത്തിൽ ഒക്കെ തത്വചിന്തകൻ, ബുദ്ധിജീവി, കമ്മ്യൂണിസ്റ്റ് കേഡർ പാർട്ടിയുടെ ഒരു വലിയ സൂക്ഷിപ്പുകാരൻ എന്നൊക്കെ നമുക്ക് തോന്നുന്ന കെ ടി ജലീൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. കെ ടി ജലീൽ ഇപ്പോൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പേ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴാണ് അതൊക്കെ നമ്മൾ ഓർത്തെടുക്കുന്നത്. ഇതൊരു അബദ്ധമല്ല, ഇത് പുള്ളിയുടെ ഒരു ചിന്താഗതിയാണെന്ന് മനസ്സിലാവുന്നപ്പോഴാണ്. ഹിന്ദു മതവിശ്വാസികളെ ഏറ്റവും കൂടുതൽ പോലീസിൽ നിന്ന് പറഞ്ഞു വിടുന്നത് പിണറായി വിജയനാണ്. അതുകൊണ്ട് ഒരു ഹിന്ദു പ്രീണനമുള്ള ആളാണ് പിണറായി വിജയൻ എന്ന് ഹിന്ദുക്കൾ വിചാരിക്കരുത് കേട്ടോ എന്ന് കഴിഞ്ഞ കാലത്തിൽ രാഷ്ട്രീയ കേരള പൊതുമണ്ഡലത്തിലേക്ക് കെ ടി ജലീൽ പറഞ്ഞത് ഇങ്ങനെ ഓർത്തു പോവുക. ഇപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയാണ്, മദ്രസ വിദ്യാഭ്യാസം ഭയങ്കരമായിട്ട് വിജിലൻ്റ് ആവണം അധ്യാപകർ, മദ്രസ അധ്യാപകർ. കാരണം ഒരു കേസ് വന്നാൽ ഏറ്റവും കൂടുതൽ അതിൽ മുസ്ലിങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. മിസ്റ്റർ കെ ടി ജലീൽ, നിങ്ങളുടെ CM കഴിഞ്ഞ ദിവസം 1 മണിക്കൂർ പത്രസമ്മേളനത്തിലിരുന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങളുടെ CM-നെ പോലും നിങ്ങൾ കേൾക്കുന്നില്ലേ, ചെവി കൊടുക്കുന്നില്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഒരു ലഹരി വിഷയം റിപ്പോർട്ട് ചെയ്താൽ ഇന്നത്തെ കാലത്ത് വെഞ്ഞാറമൂട് പോലെ, താമരശ്ശേരി പോലെ കുട്ടികളുടെ കൊലപാതകങ്ങൾ, കുട്ടികൾ കൊലക്കുറ്റത്തിലേക്ക് വരുന്നതെല്ലാം നമ്മളെ ഇങ്ങനെ വല്ലാതെ വിറപ്പിച്ച് നിർത്തുമ്പോൾ അതിൽ ആരും ജാതി നോക്കരുത് കേട്ടോ, അതിലാരും രാഷ്ട്രീയം നോക്കരുത് കേട്ടോ, അതിൽ നമ്മൾ മനുഷ്യവികാരത്തിൽ ഇങ്ങനെ പുറപ്പെടുകയാണ് വേണ്ടത് എന്ന് CM പറഞ്ഞു വെച്ചതിന് പുറമെയാണ് കേഡർ എന്ന് നാം വിചാരിക്കുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയൊക്കെ നമ്മളിങ്ങനെ വിശ്വസിച്ച് വെച്ചേക്കുന്ന കെ ടി ജലീലിൻ്റെ പരാമർശം എന്നുള്ളതാണ്. എന്ത് അബദ്ധചടിലമായ ഒരു പ്രസ്താവന! ഒരു വിഷയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ മുസ്ലിം നാമധാരി ഉണ്ടോ എന്ന് നോക്കുന്ന ആ ഒരു വൃത്തികെട്ട പൊളിറ്റിക്സ് ഇന്നത്തെ സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധത ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുമ്പോൾ കെ ടി ജലീലിനെ പോലെ ഒരാൾക്ക് പറയാൻ പറ്റിയതാണോ അദ്ദേഹം പറഞ്ഞത്? എന്താണ് കെ ടി ജലീൽ പറഞ്ഞത്? കെ ടി ജലീൽ പറഞ്ഞത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? വന്നു പൂഞ്ഞാറാശാൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് പണ്ട് നടന്ന മഹാൻ പി സി ജോർജ് വന്നിട്ട് എന്താ പറഞ്ഞേ? നോക്കൂ, കെ ടി ജലീലും ബിഷപ്പുമാരും ഞാനും ഒക്കെ പറയുന്നത് സത്യമാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കെ ടി ജലീൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം മതവിശ്വാസികളാണ് ഇവിടുത്തെ പ്രശ്നക്കാർ. ഈ കെ ടി ജലീലിനെ പോലെയുള്ള ആളുകൾ ഇത് പറയുമ്പോൾ ഈ എന്തുമാത്രം അതിനെ സ്വാധീനിക്കുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കണ്ടേ? മൂവാറ്റുപുഴയിലെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം, മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന, ഇവിടെ ഒരു മതപ്രശ്നം ഉണ്ടാകരുതെന്ന് വിശ്വസിക്കുന്ന, നമ്മളൊക്കെ CPM-നെ കരുതി വെച്ചിരിക്കുന്ന ആ ഒരു ലേബലല്ലേ, അതിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം വന്നിട്ട് പറയാം, ഇങ്ങനെയൊക്കെ കൊള്ളരുതായ്മകൾ ചെയ്തിട്ട് മുസ്ലിംസ് 5 നേരം പള്ളിയിൽ ചെന്ന് നിസ്കരിച്ചാൽ ഇവർക്കെല്ലാം കിട്ടും, ഇവർക്ക് സ്വർഗം കിട്ടുമെന്നാണോ കരുതിയിരിക്കുന്നത് എന്ന്. അപ്പോൾ അതിനുശേഷം വലിയ വികാരങ്ങൾക്കും എതിർപ്പിനുമിടയ്ക്ക് അദ്ദേഹം ആ പോസ്റ്റ് പിൻവലിച്ചു, ബ്രാഞ്ച് കമ്മിറ്റി അംഗം. എങ്കിലും ഒന്ന് മനസ്സിലാക്കണ്ടേ, CPM എന്ന് പറയുന്ന പാർട്ടിയിൽ ജലീൽ, അതേപോലെ തന്നെ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഒക്കെ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? CPM-ലും മുസ്ലിം വിരുദ്ധത ഇങ്ങനെ അലയടിച്ചു വരികയാണോ? ഈ നാട്ടിൽ BJP-യെ എതിർക്കേണ്ടതിൽ മുന്നിൽ നിൽക്കേണ്ട 10 വർഷമായി ഈ പാർട്ടി ഭരിക്കുന്ന CPM-ന്റെ ഔദ്യോഗിക തലങ്ങളിലേക്ക് പോലും കടന്നു വരുന്ന മുസ്ലിം വിരുദ്ധത എങ്ങനെയാണ് സ്വീകരിക്കാനാവുക? ഒരു പി സി ജോർജിന് പോലും ഇഷ്ടപ്പെടുന്ന, പി സി ജോർജിന് പോലും അട്രാക്റ്റ് ചെയ്യുന്ന പോസിറ്റീവ് മാർക്ക്, പ്ലസ് മാർക്ക് പി സി ജോർജ് എന്ന വിഷവിത്ത് പോലും നൽകുന്ന രീതിയിലേക്ക് കെ ടി ജലീലിൻ്റെ പരാമർശങ്ങൾ താഴ്ന്നു വരുമ്പോൾ, കെ ടി ജലീലിൻ്റെ പരാമർശങ്ങൾ ഇങ്ങനെ സമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വരുമ്പോൾ, ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗമാകണമെങ്കിൽ എന്തു പാടുണ്ട്, എന്തുമാത്രം പ്രവർത്തനങ്ങൾ നടത്തി, എന്തുമാത്രം ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്തിട്ടാവും ബ്രാഞ്ച് കമ്മിറ്റി അംഗമായിരിക്കുന്നത് ആ പോസ്റ്റ് ഇട്ട വിദ്വാൻ. എന്നിട്ട് അവർ പോലും ഇങ്ങനെ ഒരു വിരുദ്ധത പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഒരു സംശയവുമില്ല, പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന പിണറായിയെ നമ്മൾ കണ്ടു. പല ആവർത്തി ഒളിഞ്ഞൊളിഞ്ഞൊളിഞ്ഞു മാറി പി സി വിഷയത്തിൽ നിന്ന് നിൽക്കുന്ന പിണറായി സർക്കാരിനെ നമ്മൾ കണ്ടു.
ജലീലും ബ്രാഞ്ച് കമ്മിറ്റി അംഗമൊക്കെ ഇങ്ങനെ മുസ്ലിം വിരുദ്ധത കൂടി പറഞ്ഞു വെക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ സ്റ്റാൻഡ് അത് തന്നെയാണോ? കുറച്ച് വോട്ട് നേടാൻ മുസ്ലിം മതവിശ്വാസികളെ, മുസ്ലിങ്ങൾക്കെതിരെ പടർന്നു പിടിക്കുന്ന ഈ വിരുദ്ധതയെ നിശബ്ദമായിരുന്ന് അതിങ്ങനെ നോക്കിക്കണ്ടിരിക്കാനാണോ നിങ്ങളുടെ ഉദ്ദേശമെന്ന് ധൈര്യമുള്ളതായി പറയൂ നിങ്ങൾ.